ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് ഞങ്ങളുടെ ഉബൂദിലെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ കുട്ടയിലേക്ക് പോകുന്നതായിരിക്കും. വളരെ നല്ലൊരു 5 ദിവസം നമുക്ക് ഉബൂദിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി. നല്ല കുറേ സ്ഥലങ്ങളിൽ പോയി, കുറേ നല്ല നല്ല ആൾക്കാരെ മീറ്റ് ചെയ്തു, നല്ല ഫുഡ് കഴിച്ചു. ഇറ്റ് വാസ് ഫൺ. അപ്പോൾ ഇത് തന്നെ ഞങ്ങൾക്ക് കുട്ടയിലും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. റൂമിൽ കോഫിയില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കോഫി കുടിക്കാണ്ട് റോഡോട്ട് ഇറങ്ങിയതാണ്. രാവിലെ കടകളെല്ലാം അടച്ചിട്ടിരിക്കും ഇവിടെ. ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ തന്നെയൊക്കെ തുറക്കുമല്ലോ ഓൾമോസ്റ്റ്. ഇതൊക്കെ എല്ലാം തുറന്നു വരുന്നുള്ളൂ പയ്യെ. ഒരു കാപ്പി കിട്ടുമോ നോക്കട്ടെ ഇവിടെ നിന്നെങ്കിലും. ഇവിടെ ഒരു സ്റ്റാർബക്സ് ഉണ്ട്. പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിനപ്പുറത്ത് ഞാനൊരു സാധാരണ ഒരു കോഫി കട ഉണ്ടായിരുന്നു. കുറച്ച് നടക്കണം, അവിടെ നിന്ന് പോയി നോക്കാം. കുറേ നടന്നു, ഇവിടെ ഒന്നും കട തന്നിട്ടില്ല. ഇവിടെ ഒരു സർക്കിൾ കയറുകൊണ്ടൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടു. അങ്ങോട്ട് കയറാം. ഓരോ ടൈപ്പ് ഓഫ് കോഫി ഉണ്ട് ഇവിടെ. മയിലും ഇത് കൊണ്ട് ഞങ്ങളുടെ ഓഫീസ് ഭയങ്കര ഫേമസ് ആണ്. These are only 2 coffee sachets here, or you have anything else here? അതൊക്കെ ഞങ്ങളുടെ പാക്കിംഗ് ആരംഭിച്ചു. ഇവിടെ അങ്ങനെ വന്നോ അതേ രീതിയിൽ റൂമാക്കി അവർക്ക് തിരിച്ചു കൊടുക്കണം. പ്ലസ് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം. സോ പാക്കിംഗ് കഴിഞ്ഞിട്ട് വേണം താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അവസാന മിനിറ്റിൽ ഒന്നുകൂടെ ചുറ്റിക്കറങ്ങി കാണുക. ആൻഡ് ദാറ്റ്സ് ഉബൂദിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും സൊവീനിയേഴ്സൊക്കെ ചെറിയ 2-3 സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിക്കുന്നുള്ളൂ. അധികമൊന്നും മേടിക്കുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഞങ്ങളിവിടെ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ എൻ്റെ ട്രിപ്പ് പോയതിന് നടപ്പ് മാങ്കിഫെറിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. മാങ്കിഫെറിയ ഇൻഡിക്ക എന്തായിരിക്കും അതാവനറിയാം. ഫിഷാണ് ഇത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുട്ടയ്ക്ക് പോവാണ്. പക്ഷെ അതിന് മുമ്പായിട്ട്, കുട്ടയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. സോ ഞങ്ങൾ നേരെ ഹോട്ടലിൻ്റെ ഡെസ്കിൽ പോയി ചെക്കൗട്ടിങ് പ്രൊസീജിയറെല്ലാം ചെയ്തിട്ട് വരാം. ഞങ്ങൾ ഈ കടയിലാണ് വരുന്നത്. ഫേമസ് ആയ പോയാൽ What color is this? Yes? Good boy, yes, you can hear. Put here. He will break it now for sure. Very fun. Papa again.
Happy birthday to you. Ding ding ding. Okay. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആനിവേഴ്സറിയാണ്. 1989 ഇത് തുറക്കുന്നത്. ഒരു ചിക്കൻ സാറ്റ്, 2 സ്പ്രിംഗ് റോള്, ക്രാബ് ക്രാക്കേഴ്സ്, എന്തോ ഒരു സോസ്. എനിവേ നല്ലൊരു അടിപൊളി ലഞ്ച് കഴിച്ചു. അടിപൊളിയായിരുന്നു. അതായത് ഉബൂദിലെ ലാസ്റ്റ് ഡേ എൻഡ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ഡിന്നറായിരുന്നു. സോറി, ലഞ്ചായിരുന്നു. എനിവേ ഞങ്ങൾ പ്ലേസ് മിസ്സായി പോയല്ലോ എന്നുള്ളൊരു വിഷമമുള്ളൂ ഞങ്ങൾക്ക്. എനിവേ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അടുത്ത വ്ലോഗ് ഇടാം. കാരണം ഇനിയിപ്പം 2-2.5 മണിക്കൂർ എടുക്കും. നല്ല ട്രാഫിക് ആയിരിക്കും വഴി മൊത്തം. ചെയ്യാം. പോകുന്ന വഴിക്ക് കാണുന്നൊരു കാഴ്ചയാണത്. എല്ലാവരും അവിടെ ചൂണ്ടിട്ടിരിപ്പുണ്ട്. നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല നമ്മുടെ സ്ഥലത്ത്. ഇനിയും സമയമെടുക്കും. ഒരു 30 മിനിറ്റ് എടുക്കും. 2 മണിക്കൂറുണ്ടായിരുന്നു. ഏകദേശം ഒരു 25 മിനിറ്റ് ആകിയ. ഈ വണ്ടി ഇരുന്ന് മനുഷ്യന് പരിവായി. ഏതായാലും ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന കൊച്ചിറക്കന് ഇംഗ്ലീഷല്ല അത് അറിഞ്ഞൂടാ. അവനത് ആദ്യം തന്നെ തോൽവി സമ്മതിച്ചു. അടിയറവ് പറഞ്ഞു. അതുകൊണ്ട് നല്ല കാര്യം. അവനും ഞങ്ങളോട് സംസാരിക്കില്ല, ഞങ്ങൾക്ക് അവനോട് സംസാരിക്കാനില്ല. അങ്ങനെയാണ് ആൾക്കാരായാലും. അറിയത്തില്ലെങ്കിൽ ആദ്യം പറഞ്ഞോളൂ. അറിയത്തില്ല. കുട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തി. നമ്മുടെ ഹോട്ടലിന് അടുത്തുള്ള ഒരു സ്ട്രീറ്റാണത്. ഞാൻ മാപ്പിൽ നോക്കുമ്പോൾ നമ്മളവിടെ നിന്നൊരു 10-20 മീറ്റർ നടന്നാൽ ഇവിടെ എത്തും. ഇതാണ് പ്രോപ്പർ സിറ്റി ഓഫ് ദ സ്ഥലമാണിത്. ഊതെന്ന് പറഞ്ഞ ഒരു പ്രോപ്പർ വില്ലേജാണത്. വരുമ്പോഴത്തേക്കൊരു സിറ്റി ഏരിയ ആണത്. ഹോട്ടലിലൂടെ എത്തി. ഈ നേരെ ചെക്ക് ഇൻ ചെയ്യുക, കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യുക, എന്നിട്ട് പുറത്തിറങ്ങാം. സാധിക്കില്ല, നല്ല ടയർഡായി. അപ്പോൾ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശം. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഒരു നടവഴി. ഞങ്ങളപ്പോൾ ഇവിടെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച കടവിലെത്തിയില്ല ഞങ്ങൾ. കാരണം ഇവിടുന്ന് ഒത്തിരി നടക്കണം. കാരണം ഇന്നലത്തെ ഞങ്ങളുടെ ആ ക്ഷീണം കാരണം ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കടയിലെത്തി. നല്ല രീതിയിലുള്ള ഇപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഇപ്പം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓബിയസ്ലി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ. സോ ഫുഡിന് ശേഷം വരാം. മോനെ, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നമ്മളുടെ. ഇത് ഹോളിഡേ വില്ല ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെ തന്നെ ഒരു കുടക്കീഴിൽ വരുന്ന ഒരു റിസോർട്ടാണിത്. വില്ല ഹോളിഡേ ഇന്നാണ് ഇതിൻ്റെ പേര്. വളരെ മനോഹരമായ ഒരു റിസോർട്ടാണത്. പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. വന്നപ്പോൾ ഞങ്ങളൊരു ഏരിയയെ കണ്ടു. ഞങ്ങളവരെ ഇൻഫോം ചെയ്തു. ബാത്റൂം ലീക്ക് ഉണ്ടായിരുന്നു, അത് ഇൻഫോം ചെയ്തു. ഇത് എല്ലാവരും ക്ലിയർ ചെയ്തൊക്കെ തന്നു. വലിയ ക്ലിയർ ചെയ്തൊന്നുമില്ല, ലീക്ക് അവർ ക്ലിയർ ചെയ്തു തന്നു. ആൻഡ് കുട്ട ഈസ് വെരി റഷ് മാൻ. ഞങ്ങൾ ഉബൂദ് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഇപ്പോഴെനിക്ക് മനസ്സിലായത് ഉബൂദ് ആക്ച്വലി ഒരു ഫാമിലി ഓറിയൻറ്റഡ് പ്ലേസ് ആണ്. അല്ലേ ചാലി? കുട്ട ശരിക്കും യങ് കപ്പിൾസും ബാച്ചിലേഴ്സും. Yes, if you like to party, come to Kuta. And if you want to have a very silent holiday and you want to enjoy very silently, go to Ubud or Gili. ഈ 2 സ്ഥലങ്ങളിൽ നിങ്ങൾ പോകാൻ പാടുള്ളൂ. എനിവേ ഇന്നെങ്ങും പോയില്ല. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഈ ഹോട്ടൽ വരെ പോയി.
നാളെ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗുഡ് നൈറ്റ് ആൻഡ് സീ യു ടുമോറോ.